ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ട്രൈഗ്ലിസറൈഡ് എന്താണ്? ഇതെന്താ സംഭവം? ഞാൻ പറഞ്ഞുതരാം. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഒരു ഫാറ്റാണ്. ലിപ്പിഡ് ഓർ ഫാറ്റ് എന്ന് പറയാം. സിമ്പിളായിട്ട് ഞാൻ പറയാണ്, ഇറ്റ്സ് എ ഫാറ്റ്. ഓക്കെ. ഈ ഫാറ്റ് നമ്മുടെ ബോഡി ഈ ഫാറ്റിനെ യൂസ് ചെയ്തിട്ടാണ്, ട്രൈഗ്ലിസറൈഡിനെ യൂസ് ചെയ്തിട്ടാണ് അതൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നാച്ചുറലി ഒരു എനർജി ആയിട്ട് കൺവേർട്ട് ആവും. നമ്മുടെ ബ്ലഡിലുള്ള ഒരു സാധനമാണ് ട്രൈഗ്ലിസറൈഡ്. ഓക്കെ. നൗ ഈ സാധനം, ഈ സംഭവമാണ് നമ്മുടെ ബോഡി യൂസ് ചെയ്തിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ, നമ്മൾ ഭക്ഷണ രീതികളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ബേസ് ചെയ്തിട്ട് ഈ ട്രൈഗ്ലിസറൈഡ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. കൂടാനുള്ള കാരണങ്ങൾ ഞാൻ ഇനിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ. അതിനു മുമ്പ് ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 150 താഴെ, അതാണ് കുറച്ചും കൂടി ഹെൽത്തി. ഇനി 199 വരെ ബോർഡർ ലൈൻ, അതിന് മുകളിൽ ഹൈ ആണ്. ഇനി അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അധികം ആൽക്കഹോൾ കഴിച്ചാൽ, ഇങ്ങനെയുള്ള ശീലങ്ങൾ, സ്മോക്കിംഗ്, ആൽക്കഹോൾ, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ ഒരുപാട് ഷുഗർ കണ്ടൻറ്റ് ഉണ്ടാവുക, ലൈക്ക് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ, പിന്നെ ബേക്കറി, ബ്രെഡ്, ചിലതിലൊക്കെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കൂടാനുള്ള ചാൻസുകളുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഫാറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് എണ്ണ, ബട്ടർ, ഈ നെയ്യ്, പിന്നെ അങ്ങനെയുള്ള ലൈക്ക് ഒരു ബേക്കറി, ഓയിലി ഫ്രൈഡ് ഐറ്റംസ് എന്ന് പറയാം. ഇത് കഴിക്കുമ്പോൾ ഈ ഫാറ്റ് അവിടെയും ഇവിടെയും അടങ്ങിക്കിടക്കും. അതാണ് പ്രശ്നം. ഒരുപാട് കാലറീസ് ഉള്ള ഫുഡ് കഴിച്ചാൽ. ഇനി അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലുള്ളൊരു ഒബീസിറ്റി, ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല. ചിലർ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ഇങ്ങനെ ഉള്ള കാരണങ്ങളാണ്. പിന്നെ ജനറ്റിക്സ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ബട്ട് ഓണസ്റ്റ്ലി ഞാൻ വിശ്വസിക്കുന്നില്ല ജനറ്റിക്സ് ഒരു റീസൺ ആണ്. മേ ബി ഒരു 20-30% ലെറ്റ് ഇറ്റ് ബി. ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇനി ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക്, ഇനി ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, ആർട്ടറി വോൾസ് ഒക്കെ തിക്കായിട്ട് വരും, ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഇഷ്യൂസാണ് ഇതിൻ്റെ റിസ്കി ഫാക്ടേഴ്സ്. ഇതാണ് മെയിൻ. ബാക്കി ഫുള്ള് മെറ്റബോളിസം റിലേറ്റഡ് ആണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. മാനേജ്മെൻറ്റ്, എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ചോദ്യമാണ്. പെട്ടെന്ന് എനിക്കങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല, ഞാൻ ക്ഷീണമാവും, അങ്ങനെ ഇങ്ങനെ. നമ്മൾ ക്ഷീണമാവുന്നത് നമ്മുടെ എനർജി കുറഞ്ഞുകൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്ത് ബാലൻസ് ചെയ്യാനായിട്ട് ഇലക്ട്രോലൈറ്റ്സ്, മൾട്ടി വിറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ നോ പ്രോബ്ലം. വെയിറ്റ് കുറച്ചാലും ഡയറ്റ് എടുത്താലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ഓക്കെ. ഇനി വെയിറ്റ് പെട്ടെന്ന് കുറയാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് ഫീൽ ചെയ്യേണ്ടത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല. ലെറ്റ്സ് ജസ്റ്റ് സേ ഒരാൾക്ക് 62 വെയിറ്റ് ആയി, 61 വെയിറ്റ് ആയി, ഒരു ബിറ്റ്വീൻ 25 to 35 അല്ലെങ്കിൽ 36ൻ്റെ ഇടയിലുള്ള ഒരു പേഴ്സൺ ഇത്ര വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കും, ഒരു എക്സാമ്പിൾ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ചിലപ്പോൾ വെയിറ്റ്, ഭക്ഷണം കുറയ്ക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണമാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ യു ഷുഡ് ഫീൽ ലൈറ്റ്. നമുക്കൊരു ലൈറ്റ്നെസ് തോന്നണം ബോഡിക്ക് മൊത്തത്തിൽ, ഒരു ഹെവിനെസ് അങ്ങോട്ട് പോകണം. അതിനെന്ത് ചെയ്യണം? എക്സസൈസ്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സൈക്ലിംഗ്, സ്വിമ്മിങ്, എയറോബിക്സ്, ഇതൊക്കെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. എക്സസൈസ് ആണെങ്കിലും എന്നും ഒരു 25 to 30 മിനിറ്റ്സ് വരെ എക്സസൈസ് ചെയ്യും. തുടക്കത്തിൽ ജസ്റ്റ് സ്റ്റാർട്ട് ബൈ 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സ്. എക്സസൈസ് ചെയ്തതിന് ശേഷം വൈകുന്നേരം പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ വാക്ക്, ഒരു ഈവനിങ് വാക്ക്, വെറുതെ. ചിലപ്പോൾ നിങ്ങൾ 2 സ്റ്റെപ്പ് നടക്കുമ്പോഴേക്കും വയ്യാണ്ടേ ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ ചെയ്ത് ഒരു മാസം, 1.5 മാസമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. ആൻഡ് ട്രസ്റ്റ് മീ, ഇറ്റ് റിയലി വർക്ക്സ്. സോ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡോ കൊളസ്ട്രോൾ എന്തെങ്കിലും കൂടുമ്പോഴേക്കും യു ഡോണ്ട് ഹാവ് ടു വറി. പിന്നെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി മൊത്തത്തിൽ ഒന്ന് വാഷ് ഔട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഒരു ക്ലിയർ ഔട്ട് പോലെ ഒരു ഡീറ്റോക്സ് വളരെ ആവശ്യമാണ്. നമ്മുടെ നമ്മുടെ മൊബൈലിന് മാത്രമല്ല, നമ്മുടെ ഓർഗൻസിനും ഉള്ളിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ക്ലീനപ്പ് ആവശ്യമാണല്ലോ. ആവശ്യമില്ലാത്ത ക്ലിയർ കാഷെ എന്നും പറഞ്ഞിട്ട് മൊബൈലിൽ കാണാം. അതേമാതിരി നമ്മുടെ ബോഡിയിലുള്ള മൊത്തം ടോക്സിൻസ് ഒക്കെ എല്ലാം പോകണം. ബേസിക്കലി എല്ലാം വേസ്റ്റാണ്. ആ വേസ്റ്റുകളൊക്കെ പോട്ടെ. ലെറ്റ്സ് ജസ്റ്റ് ക്ലിയർ ഇറ്റ് ഔട്ട്.